സമരം 22-ാം തീയതി ഡിക്ലെയർ ചെയ്ത ആൾ 23-ാം തീയതിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ എൻ്റെ സിനിമ അതനുസരിച്ച് മാറ്റാൻ പറ്റത്തില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റിംഗ് കൂടാം, എല്ലാ സംഘടനകളും കൂടി എന്ന് പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം 3-ാം പൊക്കം ഒരു സമരം ഡിക്ലെയർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു വ്യക്തിഹത്യ എന്നുള്ള ലെവലിൽ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് എന്ത് വികാരത്തിൻ്റെ പുറത്താണേലും താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വാർത്തയായിരിക്കും. താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം എടുത്തിടണം. 1K പോകുന്ന പ്രേക്ഷകർക്ക് ഒന്ന് ടിക്കറ്റ് ചാർജ് കുറച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ എടുത്ത പിടിയെന്ന് പറഞ്ഞുകൊണ്ട് വെടിവെക്കാനായിട്ട് ഇറങ്ങുന്നില്ലല്ലോ. നമസ്കാരം. പുതിയ സിനിമയാണ് ഇതുവരെ എന്നുള്ള സിനിമ. അതിൻ്റെ ഡയറക്ടർ, നിർമ്മാതാവ് ഉൾപ്പെടെ പല സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ തോമസ്. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇതുവരെ സിനിമ പെട്ടെന്ന് ഡേറ്റ് മാറ്റിയത്? പെട്ടെന്ന് ഡേറ്റ് മാറ്റിയതല്ല, ഇത് 1-ാം തീയതി എന്നുള്ള ഡേറ്റിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. മാർച്ച് 1 എന്നുള്ളത് ഏകദേശം അത് കോയിൻസിഡൻഷ്യലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഡേറ്റ് അനൗൺസ് ചെയ്തു, തൊട്ട് പുറകെ ഫിയോക്കിൻ്റെ അനൗൺസ്മെൻറ്റും വന്നു. അതായത് ഈ സമരം പ്രഖ്യാപിച്ചു, ഇനി റിലീസില്ല. അപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 1-ാം തീയതി പടം റിലീസ് ചെയ്യും അറ്റ് എനി കോസ്റ്റ്. കാരണം നമ്മളത് ഫിക്സ് ചെയ്ത ഡേറ്റാണ്. പക്ഷേ ഇതിനകത്ത് പിന്നീട് ഇന്നലെയും ഒക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാനേജേഴ്സ് എല്ലാവരും ബന്ധപ്പെടേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് 3-4 ചിത്രങ്ങൾ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻസിൻ്റെ എണ്ണം കൃത്യമായി കിട്ടുകയും നമ്പർ ഓഫ് ഷോസൊക്കെ കിട്ടുക എന്നൊക്കെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെ ഒരു കൊച്ചു ചിത്രമാണ് അത്, ഒരു ബാക്കി വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രങ്ങളോട് കമ്പീറ്റ് ചെയ്ത് നിൽക്കാവുന്ന സിനിമയല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ സ്പേസ് കണ്ടെത്തി നമുക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരാഴ്ച കൂടെ തള്ളി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മാർച്ച് 8 എന്നുള്ളത് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 8 എന്നുള്ളത് എനിക്കൊന്ന് ഈ സിനിമ നമ്മൾ കണ്ടതാണ്. ഈ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? ബ്രഹ്മപുരം പ്ലാന്റിലെ തീപിടുത്തം നമ്മൾ കണ്ടു. അതിനൊന്നും മുന്നേ എഴുതി വെച്ച കഥ അല്ലേ? അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ മുൻകൂട്ടി ഈ ഒരു കഥ ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അത് ബ്രഹ്മപുരം തന്നെയാണ്. കാരണം വെച്ചാൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരിക, കാരണം ഈ നമ്മുടെ 2023-ലെ ഈ തീപിടുത്തത്തിന് മുന്നും എല്ലാ 19-ഉം 20-ലും എല്ലാം തീ പിടിച്ചിട്ടുണ്ട്, വലിയ രീതിക്ക് അല്ലാതെ. പക്ഷേ ഇത് എൻ്റെ ഒരു അന്വേഷണത്തിൽ 2012-ൽ സമാനമായ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം 6-7 ദിവസം ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഒരു ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ടാണ് ഈ ബ്രഹ്മപുരം തന്നെ ഉണ്ടായത്. ഇവിടെ നമുക്ക് പണ്ട് പരിചിതമായ കൊച്ചിയിൽ അറിയാലോ, റോഡിൽ മുഴുവൻ വേസ്റ്റ് കിടക്കുന്നു, തോന്നുംപടി വേസ്റ്റ് ഇടുന്നൊരു സ്ഥലം. അതിപ്പം കുറച്ച് കുറഞ്ഞിട്ടൊന്നല്ല, ഏകദേശം ഇല്ലാതായിക്കൊണ്ട്. കാരണം വെച്ചാൽ ഈ വേസ്റ്റ് മുഴുവൻ കളക്ട് ചെയ്യപ്പെട്ടിട്ട് ബ്രഹ്മപുരത്ത് മുഴുവൻ ഡംപ് ചെയ്യുകയാണ്. അത് മാത്രമാണ് ഇവിടെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പഠന വിഷയമായിട്ട് പുറകെ പോയപ്പോഴത്തേനും മനസ്സിലായ കാര്യം, ഹൈക്കോടതിയുടെ പുറകിൽ എവിടെയോ ഇതുപോലെ തന്നെ ഒരു കൂമ്പാരമായി ഡംപ് ചെയ്ത് നിരന്തരം പൊക്കോണ്ടിരുന്നപ്പം അവിടെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന കോടതിയിൽ നിന്ന് തന്നെ ചോദ്യം ഉയർന്നു, എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞപ്പം വേസ്റ്റ് സെഗ്രിഗേഷന് ഉള്ള ഒരു സംവിധാനം കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം ബ്രഹ്മപുരത്താണ്. പക്ഷെ അവിടുത്തെ നാട്ടുകാരുടെ എതിർപ്പ് കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. 2007-ൽ ജസ്റ്റിസ് ബാലിയും പിന്നെ വേറൊരാളും കൂടെ അവർ വിധി പറയുകയാണ് ഇവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാന്നുള്ളത്. അതിൻ്റെ ബേസിലാണ് ഈ ബ്രഹ്മപുരം എന്ന് പറയുന്നത് ഈ 100 ഏക്കറോളമുള്ള നമ്മുടെ കാർഷിക മേഖലയായ ഈ 100ഓളം കുടുംബങ്ങൾ താമസിച്ച ഈ സ്ഥലത്ത് വേസ്റ്റ് ഡംപ് ചെയ്യുക. ഞാനത് അവിടെ പോയി പലരുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ, എൻ്റെ സിനിമയുടെ നറേറ്റീവ് തുടങ്ങുന്നത് തന്നെ അവിടുന്ന് മാറി താമസിച്ച് ഇപ്പം പള്ളിക്കര സൈഡിലങ്ങാണ്ട് താമസിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും അവർ ഉൾപ്പെടെയുള്ള അവരുടെ ഫീഡ്ബാക്സ്, പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ബ്രഹ്മപുരം ആ ഏരിയയിലെ മെമ്പറായിരുന്ന ബഷീർ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫീഡ്ബാക്സ് മുഴുവൻ എനിക്ക് തന്നത്. കാരണം പുള്ളി ഇതിനു വേണ്ടി ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്, സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ വിഷയം ഇത് വളരെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവലിലുള്ള ഒരു സംഭവം നമ്മുടെ സിനിമയിൽ പരാമർശിച്ചു പോവുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതിലെ കഥാപാത്രം ഇപ്പോൾ ഷാജോണാണ് ലീഡ് കഥാപാത്രം ചെയ്യുന്നത്. ഷാജോണിലേക്ക് തന്നെ എത്താനുള്ള ഒരു കാരണം എന്താണ്? ഇത് ശരിക്കും ഇതിൻ്റെ തോട്ടൊരു 2019 കാലഘട്ടത്തിലൊക്കെ തുടങ്ങിയെങ്കിലും ഞാനൊരു എഴുത്തിലേക്ക് കടക്കുന്ന 2020 കൊറോണ സമയത്ത് ഞാൻ
വേറെയും പറഞ്ഞിട്ടുള്ള പോലെ എല്ലാവരും കൊറോണ ഒരു വല്ലാത്തൊരു ദുരനുഭവമായി കാണും. എനിക്ക് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നിയൊരു പീരീഡാണ്. കാരണം വെച്ചാൽ എഴുതാൻ പറ്റി എന്നുള്ളതാണ്. കാരണം നമുക്കറിയാമല്ലോ ലോക്ക്ഡൗൺ പീരീഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനം, പലരുമായിട്ട് പോയുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ പോയി നമ്മൾ വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ മാസ്ക് വെച്ച് പോകണമെന്നുള്ള ട്രാവൽ ചെയ്യുന്നതിന് അത് വേറെ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് മുൻപ് മിന്നാമിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുരഭിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പല മുഖങ്ങൾ വരികയും പലരോട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് സുരഭിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിൽ ഒരു ഘട്ടത്തിൽ വിക്രമൻ നായർ എന്ന് പേരിട്ട ഈ കഥാപാത്രം മുമ്പോട്ട് പോകുമ്പോൾ ഷാജോൺ തന്നെയാണ് മനസ്സിൽ തെളിഞ്ഞത്. പിന്നെ എനിക്ക് ഷാജോണിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. കാരണം ഞങ്ങൾ കുറേ 20 വർഷങ്ങൾക്ക് മുകളിൽ 24 വർഷമായി ഞങ്ങൾ തമ്മിൽ നല്ല പരിചയവും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചെന്ന് ഇതിൻ്റെ ഓൺലൈൻ പറയുമ്പോൾ പുള്ളി എസ് പറയുന്നിടത്താണ്. ഞാൻ ഷാജോൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ അത് അങ്ങനെ ഒരു വലിയൊരു ചിത്രമല്ല, കാരണം കൊമേഴ്ഷ്യൽ ആംഗിളിൽ നോക്കുമ്പോൾ ഒരു അത്രയും പ്രാധാന്യമുള്ളൊരു നടനാണ്. കാരണം പുള്ളിയുടെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള ഇഷ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കത് വർക്കൗട്ട് ചെയ്യാനായിട്ട് അത് ആ ഷാജോണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടാ കഥ കേൾക്കട്ടെന്ന് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞ് പുള്ളി എസ് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. അത് ഒത്തിരി യാത്ര ചെയ്യേണ്ടതായി വന്നു ഷാജോണിലേക്ക് എത്താൻ? ഇല്ലില്ല, ഞാൻ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഒരു കോളിൽ ഒറ്റ ഫോൺ കോളിൽ എൻ്റെ ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. കഥ പറയുമ്പോൾ ഒന്നും പിന്നെ ഒരു ചിന്താഗതി ഉണ്ടായി? ഇല്ലില്ല, നമ്മളിത് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു, ചേട്ടാ നമ്മളിത് ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ ഇഷ്യൂ അല്ല, നമുക്കത് പിന്നീട് സംസാരിക്കാം, നമ്മൾ സിനിമ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഡോക്ടർ ടൈറ്റസ് പീറ്റേഴ്സ് ആണ്, അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഷാജോൺ കൺഫേംഡ് ആണ്, അത് വെച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതുവരെ സംഭവിക്കുന്നത്. നിങ്ങൾ ഷൂട്ട് തുടങ്ങി 2-ാം ദിവസമാണ് തീ പിടിക്കുന്നത് അല്ലേ? അതെ. നിങ്ങൾ മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുന്നു. ഈ തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊച്ചിയിലുള്ള ആളുകളെ കുറിച്ചുള്ള ചിന്താഗതി ഉണ്ടാകും. ഷാജോൻ്റെ കുടുംബം ഇവിടെയാണ്. ആ കഥാപാത്രം ഒന്നും കൂടെ കളർഫുൾ അല്ല, ഒന്നും കൂടെ അതിലേക്ക് ഇഴകി ചേർന്ന് അഭിനയിക്കാൻ ഷാജോനൊക്കെ സാധിച്ചിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ആശങ്കയായിരുന്നു. കാരണം എൻ്റെ ഫാമിലി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ, എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇടയ്ക്ക് ഈ ബ്രീതിങ് പ്രോബ്ലവും കാര്യങ്ങളും ഞാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത് ആ എൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ വരെ നല്ലപോലെ എത്തിയിരുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പം അവിടെ ഷൂട്ട് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാർ ക്രൂവിലുണ്ടായിരുന്ന ഇവിടെ എറണാകുളത്ത് ഫാമിലിയുള്ള ആൾക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ആശങ്ക, അപ്പം ഇത് എന്തോ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ നടക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രെഡിക്റ്റ് ചെയ്ത സാധനമല്ല. ഞാൻ പറഞ്ഞല്ലോ, മുൻകാലങ്ങളിൽ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു വലിയ വിഷയമാണ്. അങ്ങനെയാണ് ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പം താങ്കൾ മാധ്യമ പ്രവർത്തകനാണ്. ഈ കഴിഞ്ഞ ഒരു 7 ദിവസം മുമ്പ് ഒരു വിചിത്രമായ വാർത്തയും വളരെ രസകരമായ വാർത്തയും കണ്ടു. ഞാൻ പത്രത്തിൽ കണ്ടതാണ് അതിൻ്റെ ഒരു ഫോട്ടോ. എറണാകുളം ജില്ലാ കളക്ടർ ബ്രഹ്മപുരത്ത് പോയി നിന്നിട്ട് നനയ്ക്കുന്നു. അതെ, വേസ്റ്റ് നനയ്ക്കുന്നത് കത്തായിരിക്കും. കാരണം ചൂടിൻ്റെ ഇതാണോ നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കും. കാരണം ഇത്ര വലിയൊരു ഈ മാർച്ച് 2-ന് 1 വർഷം തികയാണ്. ഇതിനിടയിൽ കുറച്ച് പ്ലാസ്റ്റിക് ഇട്ട് മൂടിയിട്ടുണ്ട്. ഇത് വീണ്ടും കത്തുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം എങ്ങോട്ടോ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക ശരിക്കും എനിക്ക് ഉണ്ട്. അത് ഞാൻ പങ്കുവെക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ പങ്കുവെക്കുന്ന ഒരു സിനിമയാണ് ഇതുവരെ എന്നുള്ള ടൈറ്റിൽ തന്നെയാണ്. ഇതുവരെ എന്ത് സംഭവിച്ചു അല്ലേ? ആ ഒരു ടൈറ്റിലിന് അങ്ങനെ തന്നെ, ആ ടൈറ്റിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട ഒരു പേരാണോ? അത് എഴുത്തിൻ്റെ ഇടയിൽ കിട്ടിയതാട്ടോ, അല്ലാതെ പേർപ്പസ്ഫുൾ ആയിട്ടല്ല. ഈ എഴുതി ഇപ്പം ടൈറ്റിൽ നമ്മൾ ആലോചിക്കുമല്ലോ, ടൈറ്റിലില്ലായിരുന്നു. ടൈറ്റിൽ മറ്റേ നമ്മൾ സബ്ജക്റ്റ് എഴുതി പല ടൈറ്റിലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേനും ഇതുവരെയിലേക്ക് വന്ന് അങ്ങ് ലോക്കാകുകയായിരുന്നു. കാരണം ഇതുവരെ എന്നുള്ള കാരണം പോസിറ്റീവിലും നെഗറ്റീവിലും യൂസ് ചെയ്യാവുന്ന ഒരു ടൈറ്റിലായതുകൊണ്ട് അതങ്ങ് ഫിക്സ് ചെയ്യായിരുന്നു. ഇപ്പോൾ സമരപ്രഖ്യാപനങ്ങളാണ്. താങ്കൾ നിർമ്മാതാക്കളുടെ സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ചേംബറിൽ എക്സിക്യൂട്ടീവ് അംഗമാണ്. എല്ലാ സംഘടനകളും ഉണ്ട്. ചേംബറിൽ നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലും തുടർന്നയായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരമൊരു സമരം ഇപ്പോൾ ഫിയോക്ക് പെട്ടെന്നൊരു സമരം പ്രഖ്യാപിക്കുന്നു. ആദ്യം 22-ാം തീയതി എന്ന് പറയുന്നു, പിന്നീട് 23-ലേക്ക് പോകുന്നു. ഈ ഫിയോക്കിന് എന്ത് സംഭവിച്ചു? ഞാൻ ഈ സിനിമയുടെ കാര്യം പറയുന്നതിനിടയ്ക്ക് അത് പറഞ്ഞു വരുമ്പോഴത്തേനും വേറെ ലെവൽ, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണുള്ളത്. അത് ഈ ചോദ്യം തന്നെ ഞാനും പലവട്ടം ചോദിച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത്. കാരണം മുമ്പേ നമ്മളിപ്പോൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേനും എനിക്കൊന്ന് നേരം റിലീസ് ചെയ്തപ്പോൾ തൊട്ട് മലയാള സിനിമ, അത് കഴിഞ്ഞിട്ട് ഷാജോൻ്റെ ഒക്കെ അഭിനയിച്ച ആട്ടം ഉൾപ്പെടെയുള്ള പടങ്ങൾ ബാക്ക് ടു ബാക്ക് തിയേറ്ററുകളിൽ അത്യാവശ്യം പ്രേക്ഷകർ എത്തിക്കൊണ്ടിരിക്കുന്ന സമയം എനിക്കും തിയേറ്ററുള്ളതാണ്. അപ്പം അങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുകയും ഒരു സമരപ്രഖ്യാപനം ഉണ്ടാകുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്.
കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് താങ്കൾ ചോദിച്ച പോലെ എനിക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഫെബ്രുവരി 12-ാം തീയതി ചേംബറിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പല ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതുകൊണ്ട് സർക്കാരുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സംസാരിക്കണമെന്ന് തീരുമാനിച്ച് ചേംബർ പ്രസിഡന്റ് ശ്രീ BR ജേക്കബ് ഡൈസിൽ നിന്ന് പറയുന്നു, അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റിംഗ് കൂടാം, എല്ലാ സംഘടനകളും കൂടി കൂടി എന്ന് പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം 3-ാം പൊക്കം ഒരു സമരം ഡിക്ലെയർ ചെയ്യുകയാണ്. അത് താങ്കൾ ചോദിച്ചുകൊണ്ട് എന്ത് സംഭവം, എന്ത് പറ്റി, അല്ലെങ്കിൽ ഫിയോക്കിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ആർക്ക് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? അത് അവരുടെ ഭാഗത്തുനിന്ന് മറുപടി പറയേണ്ടതാണ്. ഇത്തരമൊരു സമര രീതി ശരിയാണോ? ഒരിക്കലും അല്ലല്ലോ. ഇപ്പോൾ പറഞ്ഞ ഞാൻ പറയാം, ഇപ്പം നമ്മൾ സിനിമാക്കാരല്ല, ആ ലെവലിലല്ല ചിന്തിക്കുന്നതെങ്കിൽ ഇത്തരമുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓൺലൈനിലും അല്ല മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഇതിലും വരുമ്പോൾ കമൻസ് ഒന്ന് വീഴുന്നത് അറിയാലോ. സിനിമ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോ എന്നുള്ള ലെവലിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും പ്രേക്ഷകനെ സ്വാധീനിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ ഡിക്ലറേഷൻ നടത്താനായിട്ട്. കാരണം ഇത് എന്താണ്, കാരണം അന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യുമ്പം ലോകം അവസാനിക്കുന്ന ഒരു ഘട്ടമല്ലല്ലോ. അപ്പം അത് തീർച്ചയായിട്ടും ഒരുപാട് വിശകലനം ചെയ്തിട്ട് ചർച്ചകളോ വേറെ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചർച്ചകളോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളോ ഒക്കെ ഉരുത്തിരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ തമ്മിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും വീണ്ടും ഇതൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് നിജസ്ഥിതി എന്നുള്ളത് പോലും നമുക്കറിയാൻ മേലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുകയും ആദ്യം എനിക്ക് അഭിമുഖം തരുന്നതും പിന്നീട് വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു. അതിൽ അവിടെ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അതിനകത്ത് ആ വാർത്ത ചെയ്യാൻ പോയൊരു വ്യക്തിയാണ്. അതിൻ്റെ വൈസ് പ്രസിഡന്റ് സോണി അതിൽ നിന്ന് മാറിയിരിക്കുന്നു, ബോബിച്ചാൻ ഇറങ്ങിപ്പോകുന്നു. ഇതൊക്കെ വാർത്ത സത്യസമയം, ഇതൊന്നും ആരും നിരസിച്ചില്ല. ബോബിച്ചാൻ പോയിട്ടില്ല എന്ന് പറയുന്നില്ല, സോണി വിട്ടു നിന്നില്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു സംഘടനയ്ക്ക് തലപ്പത്തിരുന്ന് തീരുമാനം എടുക്കുമ്പോൾ കൂട്ടായി എടുക്കുന്ന തീരുമാനം തന്നെയല്ലേ അതോ വിജയകുമാർ ഒറ്റയ്ക്കെടുത്താണോ ഈ സമരം പ്രഖ്യാപിച്ചതെന്ന് സംശയിക്കുന്നുണ്ട്? അല്ല, അങ്ങനെ ഒറ്റയ്ക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും വിചാരിക്കാൻ പറ്റും. ഒരു ജനറൽ ബോഡി വിളിച്ചിട്ടൊരു തീരുമാനം അവർ ഇരുന്ന് ചർച്ച, വിഭിന്ന അഭിപ്രായങ്ങളുണ്ടായേക്കാം. ഉണ്ടായതിനു ശേഷം ഇതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മാധ്യമത്തെ കാണുന്നു അല്ലെങ്കിൽ പല മാധ്യമങ്ങളത്തെ കാണുമ്പോൾ ഇന്നതായിരിക്കും പറയുന്നത് അല്ലെ പറയേണ്ടതെന്ന് ഒരു ധാരണ എത്തിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ധാരണ എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏകപക്ഷീയമായിട്ട് അങ്ങനെ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? അതൊക്കെയാണെങ്കിൽ അവർ ക്ലാരിഫൈ ചെയ്ത് തരേണ്ടത്. എന്തായാലും 27-ഓ 28-ാം തീയതിയാണ് അവർ വീണ്ടും ജനറൽ ബോഡി വിളിച്ചിട്ടുണ്ട്. 27-ാം തീയതി ജനറൽ ബോഡി വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദിലീപും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ നിർമ്മാതാക്കളുടെ ഓഫീസിൽ വരികയും മീറ്റിംഗ് കൂടി. രണ്ട് കാര്യം, ഒന്ന് ഷോയുടെ കാര്യമുണ്ട്. ഈ കാര്യങ്ങളോട് ചർച്ച ചെയ്തു. ഞാൻ കൃത്യമായിട്ട് വാർത്ത ഫോളോ അപ്പ് ചെയ്ത് കൊടുത്ത ഒരു വ്യക്തിയാണ്. അന്നൊക്കെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എനിക്ക് തോന്നുന്നത് വിജയകുമാർ ഇരിക്കുന്ന ഡേയ്സിലിരുന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല, നിർമ്മാതാക്കൾ തയ്യാറല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം 28-ാം തീയതി ചേംബർ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. ചേംബർ ആദ്യം രാവിലെ എക്സിക്യൂട്ടീവ് വിളിക്കുന്നു, ഉച്ച കഴിഞ്ഞ് ഇതര സംഘടനയായിട്ട് മീറ്റിംഗ് വിളിച്ചു. ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന കത്ത് കൊടുത്തു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുന്നു. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. വിജയകുമാർ ഇരിക്കുന്ന ഡേയ്സിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ പരിഹരിക്കും? ഒരു അവസാന വാക്ക് എന്ന് പറയുന്ന ചേംബറാണ്. എന്തുകൊണ്ടാണ് അത് നിരസിക്കുന്നത്? അല്ല, വിജയകുമാർ ഇരിക്കുന്ന ഡയസിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് എനിക്ക് അവിടുന്ന് പോയ ലെറ്ററിൻ്റെ ഉള്ളടക്കം അറിഞ്ഞതനുസരിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 12-ാം തീയതിയിൽ യോഗം വിളിക്കാമെന്ന് ചേംബർ പറയുകയും ആ ചേംബറിൻ്റെ പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെയുള്ള സംഘടനയുടെ പ്രസിഡന്റായ വിജയകുമാർ 3-ാം ദിവസം ഇതിന് വിരുദ്ധമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ അതിനുള്ള പ്രസക്തിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ കത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ചില ഏരിയകളിൽ അവ്യക്തതയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ജനറൽ ബോഡി കഴിയണം. ഇപ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ദിലീപ് അതിൻ്റെ ചെയർമാനാണ്, ആന്റണി പെരുമ്പാവൂർ അതിൻ്റെ വൈസ് ചെയർമാനാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നാളെ അവരും അതിനെപ്പറ്റി ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയണമല്ലോ. സമരം പിൻവലിച്ചിട്ടേ ഇനി ചർച്ചയ്ക്കുള്ളൂ. അത് ആദ്യം തൊട്ട് പറയുന്നതാണല്ലോ. നമ്മളെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സെക്രട്ടറി രാകേഷ് ഉൾപ്പെടെ അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണല്ലോ. സമരം പിൻവലിച്ചിട്ട് മതി. അത്രയുള്ള അങ്ങനെ സമരം ഡിക്ലെയർ ചെയ്തിട്ട് എന്ത് ചർച്ച ചെയ്ത് ചർച്ച പരാജയപ്പെട്ടതല്ലേ സമരത്തിലേക്ക് പോകുന്നതിനകത്ത് കാര്യമുള്ളൂ. ഒരു സമരം ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം ആ സമരം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നതിനകത്ത് തന്നെ കാര്യം മൾട്ടിപ്പിൾ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പ്രസക്തമായ കാര്യം എന്താണ്? ഇതെല്ലാമാണ് ചേംബർ വിളിച്ചിരുന്നത്. നമ്മൾ ഈ പറയുന്ന VPF-ൻ്റെ കാര്യവും അല്ലെങ്കിൽ OTTയുടെ കാര്യവും ഉൾപ്പെടെയുള്ള പല ഇഷ്യൂസും ഇതിനേക്കാൾ ഉപരി സർക്കാരുമായിട്ടുള്ള, കാരണം സർക്കാരിൻ്റെ അതാരും ഇവിടെ എടുത്ത് പറയുന്നില്ല, ഞാൻ പറയാൻ തയ്യാറാണ്. കാരണം താങ്കൾ അതിൻ്റെ പ്രസ്താവന വരെ ഇറക്കിയാണ്. അതെ,
സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള, കാരണം ഈ ഡബിൾ ടാക്സേഷൻ ഉൾപ്പെടെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിഭീകരമായിട്ട് ഈ ഇൻഡസ്ട്രിയെ, കാരണം അതിന് ഞാൻ അതിഭീകരം എന്ന് പറഞ്ഞാൽ വേറൊരു മേഖലയിൽ ഇല്ലാത്തൊരു ടാക്സേഷനാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ ഡബിൾ ടാക്സേഷൻ. ഒരു പ്രൊഡക്റ്റിന് 2 ടാക്സ് കൊടുക്കുക. ആ എൻ്റർടൈൻമെൻറ്റ് ടാക്സിന് GST ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളിലൊന്നും സർക്കാർ ഫേവറബിളായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയുണ്ടാക്കുന്നതിൻ്റെ പേരിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയാണ് റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. മലയാള സിനിമയാണ് മലയാളികൾക്ക് വേണ്ട അല്ലേ? കേരളമാണിത്. ഇവിടെ മലയാള സിനിമ റിലീസ് ചെയ്യാൻ മറ്റേത് ഭാഷയിലെ സിനിമയും റിലീസ് ചെയ്യുമെന്നാണ് വിജയകുമാർ പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? അല്ല, അത് മലയാള സിനിമ റിലീസ് ചെയ്യലെന്ന് ഒരു തീരുമാനം എന്തുകൊണ്ട് എടുത്തതെന്നുള്ളതിൻ്റെ എനിക്ക് അവരുടെ കുറേ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ വിശദീകരണം, ഞങ്ങളങ്ങനെ കളിക്കില്ല, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വേറെ ഇഷ്യൂസ് ഉണ്ട്. മലയാള സിനിമ മാത്രമായിട്ടൊരു നിർത്താൻ പറ്റുമോ? ഈ മലയാള സിനിമ കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെയാണ് തമിഴും അല്ലെങ്കിൽ ഹിന്ദി ഭാഷാ ചിത്രങ്ങളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെയുള്ളവരാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് മാത്രമായിട്ടൊരു ബെസ്റ്റ് കൽപ്പിച്ച് മാറി നിന്നിട്ട് തിയേറ്ററിൽ ഇതരഭാഷ ചിത്രങ്ങൾ റിലീസ് ചെയ്യാന്നുള്ള ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ? അത് നടക്കത്തില്ലല്ലോ. അത് നടക്കത്തില്ല. ഇവിടെ അവർ മുന്നോട്ട് വെച്ച മറ്റ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് കണ്ടന്റുമായിട്ടാണോ, നമ്മൾ നിർമ്മാതാക്കൾ കൊടുക്കുന്ന കണ്ടന്റുമായിട്ടുള്ള വിഷയങ്ങളാണ് കണ്ടന്റ്. അപ്പം നിലവിൽ അവർ വെച്ചിരുന്ന പ്രൊജക്റ്റ് ഇപ്പം UFO ഉൾപ്പെടെ ഉള്ളവരുടെ പ്രൊജക്റ്റാണ് അല്ലേ? ആ പ്രൊജക്റ്റ് അവർക്ക് ലീസിനാണ് കൊടുത്തിരിക്കുന്നത്, വാടകയ്ക്ക് കൊടുത്തിരിക്കും. നമ്മൾ കണ്ടന്റ് കൊടുക്കുമ്പോൾ ആ പ്രൊജക്റ്റിൽ ഈ കണ്ടന്റ് സൂട്ടാകുന്നതാണോ? ഇത് എന്നറിയോ, ഇത് ഒന്നാമത്തെ കാര്യം, ഈ കാര്യം പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ, പൊതുജനങ്ങൾക്ക് മാത്രമല്ല നിങ്ങളിൽ ഉള്ള അകത്തുള്ളവർക്കും പല നിർമ്മാതാക്കൾക്കും ഇത് അറിയില്ല. പല തിയേറ്റർ ഉടമകൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്കറിയാം. ഞാൻ കുറേ പഠിച്ചാണ് ഇപ്പോൾ വരുന്നത്. അല്ല, ഇതിനകത്ത് ബേസിക് ഇത്രേ ഉള്ളൂ. അതായത് മറ്റേ നമ്മൾ സമയം ഉണ്ടെങ്കിൽ ഞാനത് പറയാം. തീർച്ചയായും. അതായത് പണ്ട് കാലങ്ങളിൽ താങ്കൾക്കറിയാമല്ലോ, നമ്മളൊരു പ്രിൻ്റ് എടുത്താണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അവിടെ പ്രൊജക്ട് ഫോട്ടോബോണോ വെസ്റ്റ്രെക്സോ ദേവിയോ അങ്ങനെ ഇതിൻ്റെ മേക്ക് അതാ കാർബൺ കത്തിച്ച് അങ്ങനെയുള്ള സംഭവം. എനിക്കൊരു സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ, എനിക്ക് ഷേണൈസ് റിലീസ് ചെയ്യണമെങ്കിൽ അവിടെ കൊണ്ടൊരു പ്രിൻ്റ് കൊടുക്കണം. അല്ലെ പത്മ റിലീസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കവിത റിലീസ് ചെയ്യണമെങ്കിൽ അവിടെയും കൊണ്ടൊരു പ്രിൻ്റ് കൊടുക്കണം. ഇത് 2006 ഡിജിറ്റൽ വന്നു. ഡിജിറ്റൽ വന്നപ്പോൾ ഈ ഡിജിറ്റൽ പ്രൊവൈഡേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ പരീക്ഷണം ആയിട്ട് ഇത് വരുന്നു, അത് ലാഭകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പം ഒരു പരിധി വരെ ലാഭകരമാണ്, കാരണം ഫിലിമിൻ്റെ കോസ്റ്റ് വലുതാണല്ലോ. ഇപ്പം മുമ്പോട്ട് ഇപ്പോൾ ഫിലിം ഏകദേശം വേണ്ട എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുക. അപ്പം ആ കാലഘട്ടത്തിൽ ഇത് പ്രൊജക്ടേഴ്സ് വലിയ വില കൊടുക്കണം. അന്ന് ഈ 2K 4K ഒന്നുമില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഈ ചേഞ്ച് ഓവറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കേസിട്ട് തിയേറ്ററുകാരുടെ അതിവിടെ എടുത്ത തീരുമാനമല്ല. ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹോളിവുഡ് സ്റ്റുഡിയോസ് ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ച കാര്യമാണ്. VPF എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ പ്രിൻ്റ് അടിച്ചുകൊണ്ട് കൊടുക്കുന്നത് അത് പ്രൊഡ്യൂസറാണല്ലോ അതിൻ്റെ കാശ് മുടക്കുന്നത്. അതേ സംഭവം ഇവിടെ അവർ മാസ്റ്റർ ചെയ്യും. അതായത് പഴയ ജെമിനിയോ അല്ലെങ്കിൽ ചിത്രാഞ്ജലിയോ അല്ലെങ്കിൽ പ്രസാദ് എന്ന് പറഞ്ഞ ലാബിന് പകരം UFO മാസ്റ്റർ ചെയ്യും. അതിൽ നിന്ന് പ്രൊഡ്യൂസർ കൊടുക്കേണ്ട ഒരു കോസ്റ്റാണ് ഇതിൽ. അന്ന് 100 രൂപയാണ് ഒരു ഷോയ്ക്ക് പറഞ്ഞിരുന്നത്. അത് പിന്നീട് എസ്കലേറ്റ് ചെയ്ത് ഇപ്പോൾ 4Kക്ക് എനിക്ക് 27,000 പെർ വീക്കോ അതിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായി മാറി. ഇപ്പോൾ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ അതിന് കുറവ് വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു കാര്യമാണ് പ്രൊഡ്യൂസേഴ്സിൽ. അതായത് ഇപ്പം ഈ ഫിയോക്കിൻ്റെ പ്രസിഡന്റ് വിജയകുമാർ ഞാൻ അത്ഭുതത്തോടെ കാണാം. ഞാൻ കാരണം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് ഞാൻ. അന്ന് തീരുമാനമെടുത്തിട്ട് 50 ലക്ഷം രൂപ പ്രൊഡ്യൂസർ അസോസിയേഷന് ചേംബറിൽ നിന്ന് ലോൺ, 50 ലക്ഷം രൂപ ലോൺ കൊടുത്തിട്ടുണ്ട്. 50 ലക്ഷം രൂപ കൊടുക്കുന്നത് ഈ വിജയകുമാർ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. അന്ന് കണ്ടന്റ് തുടങ്ങുന്ന സമയത്ത് കണ്ടന്റ് മാസ്റ്ററിംഗ് എക്സിക്യൂഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഞാനും ഉൾപ്പെടെ സുരേഷ് കുമാർ, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള പലരും ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇത് മോണിറ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 4 5 അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കൃത്യമായിട്ട് ഡിസ്കഷൻ നടന്നിട്ട് ഇത് എങ്ങനെ നടക്കുന്ന സംഘടനയെ സംബന്ധിച്ച് ഒരു ബിസിനസ് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലാഭകരമായി ഉണ്ടാകാനായിട്ട് നമുക്ക് നിയമോപദേശം കിട്ടിയതിനടുത്ത് കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സായിട്ട് ആൾ വേണം. അവർ റൺ ചെയ്യാനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവിൽ നിരന്തരം കണക്കുകളും കാര്യങ്ങളും എല്ലാം പാസ്സാക്കി ഇതൊക്കെ വളരെ സുതാര്യമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു വലിയൊരു പുകമറ 5 6 പേരിൽ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പുകമറയിലേക്ക് വരുമ്പോഴത്തേനും അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഈ VPF എന്ന് പറഞ്ഞ ഒരു കാര്യം പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇത് കുറയ്ക്കുക 5500 രൂപയ്ക്ക് ഇപ്പോൾ ഉള്ളത് 3500 രൂപയ്ക്ക് 1 വീക്ക് 5500 രൂപ അൺലിമിറ്റഡാണ്.
നേരെ മറിച്ച് ക്യൂബിലോ UFOയിലോ പോയാൽ അത് മൾട്ടിപ്പിൾ ടൈംസ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പടത്തിന് 87 ലക്ഷം രൂപ മാത്രമായി, ഒരു വലിയ പടത്തിന് 87 ലക്ഷം രൂപയായി. പക്ഷെ അത് വ്യാപകമായി ഇങ്ങനെയാണെങ്കിൽ എത്രയോ ലക്ഷം രൂപ കുറഞ്ഞു കിട്ടും. ഈ 87 ലക്ഷം രൂപ പ്രൊഡ്യൂസറല്ല കൊടുക്കുന്നു, ആണ് പ്രൊഡ്യൂസറുടെ ചെലവിൽ വരുന്നത്. അപ്പോൾ ആ പ്രൊഡ്യൂസർക്ക് വരുന്ന ആ ചെലവ് കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ കണ്ടന്റ് മാസ്റ്ററിങ്. അതിൽ പ്രൊജക്ടേഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്യൂബ് ഒരു പ്രൊജക്ടർ എനിക്ക് തരുന്നു, അതെനിക്ക് വിൽക്കാം, എനിക്ക് ലീസിനെടുക്കാം, ഡിഫേർഡ് പേയ്മെൻറ്റിന് എടുക്കാം, പല ഉപാധികളുമുണ്ട്. അപ്പം നിലവിലുള്ള ഒരു തിയേറ്ററിലും ഇത് മാറ്റിയിട്ട് ഈ VPF ഈ പ്രൊഡ്യൂസർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ 12,000, 22,000 അല്ലെങ്കിൽ 27,000 രൂപ VPF ഏതെങ്കിലും എക്സിസ്റ്റിംഗ് തിയേറ്ററിൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞതായിട്ട് അവർ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അത് നടന്നിട്ടില്ല. അപ്പോൾ ഇത് അല്ലാതെ തിയേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നിടത്ത് അവിടെയും ബാധിച്ച ചിലവ് പ്രൊഡ്യൂസറിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ സ്ക്രീനിൽ ഈ പ്രൊഡ്യൂസറുടെ കണ്ടന്റ് നിങ്ങൾ കളിച്ചോ, അതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന് പറഞ്ഞത്. അല്ല, അവിടെ ഒരു ഡൗട്ടാണ്, ഞാൻ നേരത്തെ ചോദിച്ച ഡൗട്ട്. നിങ്ങൾ ഇപ്പോൾ UFO വെച്ചിരിക്കുന്ന പ്രൊജക്ടർ അല്ലേ, അവർ ലീസിനായിരിക്കും കൊടുക്കുക. അതെ. അവിടെ നമ്മുടെ കണ്ടന്റ് കൊടുക്കുമ്പോൾ ആ കണ്ടന്റ് അവിടെ പ്ലേ ചെയ്യാം. അപ്പം ഈ ചെയ്യണമെങ്കിൽ അവർ സർവർ സർട്ടിഫിക്കറ്റ് തരണം. നമുക്ക് ചുമ്മാ കയറി ചെയ്യാൻ പറ്റില്ല. ആ സെർവറും, അതായത് ഒരു പ്രൊജക്ടറിന്റെ ഓടൊപ്പം ഒരു സെർവർ ഉണ്ടാവും. ഈ സെർവറിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പൊ 2Kക്കും 4Kക്കും DCI കോംപ്ലൈ എന്ന് പറയും, ഡിജിറ്റൽ സിനിമ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, അമേരിക്കയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതിൽ ഈ പടം കളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് അതിനകത്ത് ലോഡ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടന്റ് ലോഡ് ചെയ്യാൻ പറ്റും. ആ ഡീറ്റെയിൽസ് ഇവർ തരുമോ, ക്യൂബ് തരുമോ? അവർ തരാതിരിക്കുന്നിടത്താണല്ലോ ഇഷ്യൂ. അവരിപ്പോ തരുന്നില്ലല്ലോ. എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു തിയേറ്ററിൽ ലീസിന് കൊടുത്തൊക്കെ അല്ലേ പ്രൊജക്ട്? അല്ല, ലീസിന് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം വെച്ചാൽ 10 വർഷമായിട്ട് ലീസിന് ഇരിക്കുന്നിടത്ത് പ്രൊജക്ടറിന്റെ കോസ്റ്റും അതിന്റെ 10 മടങ്ങും വാടക ഇനത്തിൽ ഇവര് ഈടാക്കിയിട്ട് ഇപ്പോഴും പ്രൊഡ്യൂസറുടെ ഞെക്കിപ്പിഴിയാനായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ നിന്ന് കൊടുക്കണോ? നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു വണ്ടി മേടിക്കുന്നു, ഫൈനാൻസ് ഇട്ടല്ലേ മേടിക്കുന്നത്. ഈ ഫൈനാൻസ് ഇട്ട് മേടിക്കുന്ന വണ്ടിയുടെ ഫൈനാൻസ് വേറെ ആരെങ്കിലും അടച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? നമ്മൾ തന്നെ അടക്കണ്ടേ? ഇപ്പം പ്രൊജക്ടർ 50 ലക്ഷം അല്ലെ 1 കോടി രൂപയുടെ പ്രൊജക്ടറാണ് ഇവിടെ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് വാങ്ങിച്ചു വെക്കണം എന്നോ അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചാലേ നിങ്ങൾക്ക് പണം തരുമെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പുതിയതായിട്ട് വരുന്ന തിയേറ്ററുകളിൽ മറിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പുതിയതായിട്ട് തിയേറ്ററിൽ പറഞ്ഞപ്പോൾ ക്യൂബൊക്കെ ലീസിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റെന്റിന് കൊടുക്കുന്നു. അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടനക്ക് റെന്റിന് കൊടുക്കാൻ പറ്റുമോ, ഈ പ്രൊജക്ട് കൊടുക്കാൻ പറ്റുമോ? അല്ല, നമുക്ക് പ്രൊജക്ട് കച്ചവടം ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് ഭീമമായ പൈസ വരുന്നില്ലേ? ആർക്ക്? ഈ പുതിയ തിയേറ്റർ ഉടമകൾക്ക്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു വണ്ടി മേടിക്കുമ്പോഴത്തേന് ഇത്ര രൂപയുടെ വണ്ടിയാണ് ഞാൻ മേടിക്കുന്നതെന്ന് ഉത്തമ ബോധ്യത്തിൽ ഞാൻ മേടിച്ച് ഷെഡിലിടുന്നു. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ അതിന് ബാക്കിയുള്ള എക്സ്പെൻസസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അയലോകക്കാരോട് പോയി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, അവിടെ ഒരു പ്രശ്നമുള്ളത്, അവിടെ ഒരു ചോദ്യം. ക്യൂബ് കൊടുക്കാൻ തയ്യാറ്, ഞങ്ങൾ തരാം, നിങ്ങൾക്ക് പ്രൊജക്ടർ വെച്ച് തരാം, നിങ്ങൾ ഞങ്ങളെടുത്ത് മാസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നു. നമ്മൾ നിർമ്മാതാക്കൾ പറയുന്നത് നമ്മൾ ഇത് കണ്ടന്റ് തരും, നിങ്ങൾ പ്രദർശിപ്പിക്കണം. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒരു കോടി രൂപ 2 കോടി രൂപ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ചോദ്യമാണ്. ക്യൂബ് പ്രൊജക്ടർ വെക്കുന്നു, ക്യൂബ് പറയുന്നു ഞങ്ങൾ കണ്ടന്റ് തരാം. ക്യൂബ് അല്ലല്ലോ പ്രൊഡ്യൂസർ. അല്ല, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് വേറെ. നിങ്ങളൊരു തീരുമാനം, നിങ്ങൾ പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടറും പറഞ്ഞു ക്യൂബിന്റെ പ്രൊജക്ട് നിങ്ങൾ സിനിമ തരില്ല. അല്ല, ആ ഘട്ടത്തിലേക്ക് വരാം. അതാ പറഞ്ഞത്, ഞങ്ങൾ ഈ എടുത്ത പിടി എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെക്കാനായിട്ട് ഇറങ്ങുന്നില്ലല്ലോ. ഇതൊരു മെല്ലെ മെല്ലെ ഫേസ് ഔട്ട് ചെയ്യണം. അതായത് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഫാക്ട് ഫൈൻഡിങ് ആയിട്ടുള്ള റിപ്പോർട്ട് 2022 വന്നിട്ടുണ്ട്. അതെ. അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇത് ഫേസ് ഔട്ട് ചെയ്യണം. മൾട്ടിപ്ലക്സിൽ ആദ്യം ഫേസ് ഔട്ട് ചെയ്യണം. ഓൾറെഡി മൾട്ടിപ്ലക്സുകാരോട് ഇത് ചെയ്യണം. സിംഗിൾ തിയേറ്റേഴ്സിൽ പതുക്കെ മതി. കാരണം വെച്ചാൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭാരിച്ച ചിലവ് തിയേറ്ററുകാരുടെയും കൂടെ പരിഗണിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നാളെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും പ്രൊഡ്യൂസറിന്റെ കണ്ടന്റ് ഏറ്റവും ചീപ്പായിട്ട് കളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആർക്കും സിനിമ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഒരാൾ അടുത്തൊരു സ്ക്രീൻ വെക്കുമ്പോൾ അത് നേരെ മുൻകൂട്ടി പറഞ്ഞിട്ടാണ്. താങ്കളുടെ സ്ക്രീനിൽ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അവിടെയും VPF കൊടുത്ത് കളിക്കാൻ പറ്റും. താങ്കൾ പ്രൊജക്ടർ വാങ്ങി വെക്കുമ്പോൾ അല്ലെങ്കിൽ ലീസിന് വെക്കുമ്പോൾ അതിൻ്റെ പകരം സംവിധാനം കണ്ടോണം എന്ന് നേരത്തെ പറയുന്നിടത്ത് അത് പറ്റില്ല എന്ന് പറയുന്നിടത്ത് പ്രൊഡ്യൂസർമാരത് സമ്മതിക്കണം. അല്ല, ഇവിടെ ഒരു സമരം വേണ്ടത്, സമരപ്രഖ്യാപനം വേണ്ടത് ക്യൂബിലേക്കാണ്, അല്ലെങ്കിൽ UFOയിലേക്കാണ് സമരം വേണ്ടത്. അത് തിയേറ്റർ ഉടമകളും ചെയ്യേണ്ട സമരം അവിടെയാണ്, നിർമ്മാതാക്കൾ ചെയ്യേണ്ട സമരം അവിടെയാണ്, ഡിസ്ട്രിബ്യൂട്ടർമാരും ചെയ്യേണ്ട സമരമാണ്. അവിടെയല്ല സമരം ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ.
അത് ക്യൂബും UFO ആയിട്ട് നിരന്തരം സംസാരിക്കുകയും അവരോട് നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ ഉടമകളും ഇത് ജോയിൻ്റ് ആയിട്ട് തന്നെ നീങ്ങി കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഇഷ്യൂസും ഉള്ള തിയേറ്ററുകളിൽ പ്രൊഡ്യൂസർ അസോസിയേഷനോട് ഇടപെട്ടിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നിടത്ത് ഇത് പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു സംഭവവികാസമാണ്. എന്താണെന്നാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അല്ല, ഇവിടെ രണ്ട് ഡൗട്ടുകളാണ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ നേരത്തെ ആളുകൾക്ക് അറിയില്ല ഇവിടെയുള്ള പ്രശ്നം. ക്യൂബ് പ്രൊജക്റ്റ് ലീസിന് കൊടുക്കുന്നു, അവർ കൊണ്ടുവച്ച് കൊടുക്കുന്നു. നിങ്ങൾ പറഞ്ഞു ആ CC അടയ്ക്കണം നമ്മളാന്ന് പറഞ്ഞു. ഓക്കെ, ഉദാഹരണം ശരിയാണ്. അതുപോലെ നിർമ്മാതാക്കൾ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊജക്ട് കൊടുക്കാം, ലീസിന് കൊടുക്കാമെന്ന് നിങ്ങൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ? അല്ല, പ്രൊഡ്യൂസറുടെ ജോലി അതല്ലല്ലോ. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ലേ? അല്ലെ, ഞാൻ പറയാം, ഇതുവരെ എന്ന് പറയുന്ന പടം ഡോക്ടർ ടൈറ്റസ് പീറ്റ് നിർമ്മിച്ച് ഞാൻ സംവിധാനം ചെയ്ത പടം തിയേറ്ററിലേക്ക് എത്തിക്കണം. തൊടുപുഴയിലെ തിയേറ്റർ, താങ്കൾ തൊടുപുഴക്കാരനായതുകൊണ്ട് പെട്ടെന്ന് പറയാം, ആന്റി പെരുമാവിൻ്റെ തിയേറ്ററിലേക്ക് എത്തണം. അവിടെ ഒരു കണ്ടന്റ് കൊണ്ട് കൊടുക്കണമെങ്കിൽ എനിക്കിപ്പോൾ 12,000 രൂപ മിനിമം കോസ്റ്റ് ആവും. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എൻ്റെ പ്രൊഡ്യൂസർക്ക് 3,500 രൂപയ്ക്ക് 1 വീക്കിന് കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്രൊജക്ടർ മേടിച്ച് വെക്കാം. അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമല്ലേ പ്രൊജക്ടർ മേടിക്കാൻ പറ്റുള്ളൂ. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ നടക്കുമ്പോൾ കോസ്റ്റ് കൂടും. അതിൻ്റെ എല്ലാ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. ഇപ്പം ഞാൻ എൻ്റെ തിയേറ്റർ കൊണ്ട് 4K വെച്ച് കഴിഞ്ഞാൽ അടുത്തവൻ അന്വേഷിച്ച് പോകുന്ന 8K അവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് നമ്മളിവിടെ നിന്ന് സംസാരിക്കുമ്പോഴും കേരളത്തിലല്ലാതെ തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ഉത്തരേന്ത്യയിലായാലും ഇപ്പോഴും 1Kയിലാണ് പല പടങ്ങളും കളിക്കുന്നത്, പല തിയേറ്ററിലും കളിക്കുന്നത്. അപ്പം ആ അപ്ഗ്രഡേഷൻ ഇപ്പം നമ്മൾ 2006 പറഞ്ഞിട്ട് ഇപ്പം 17 കൊല്ലത്തിനപ്പുറം കേരളത്തിലാണ് ഏറ്റവും എക്യുപ്ഡ് ആയിട്ട് തിയേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റയടിക്ക് ഇവിടെ ആരും ഫേസ് ഔട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ഫേസിങ് ഔട്ട് കാലഘട്ടം 2024 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ചർച്ചകൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഈ 1Kയിൽ നമ്മുടെ കണ്ടന്റ് പറ്റില്ലേ? 1Kയിൽ കൊടുക്കാത്തതിൻ്റെ കാരണം അത് പൈറസിക്ക് പോസിബിലിറ്റി കൂടുതലുള്ളതാണ്. കണ്ടന്റ് പറ്റില്ല എന്ന് വെച്ചാൽ കണ്ടന്റ് കൊടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് JPEG കണ്ടന്റ് എടുത്ത് കൊടുക്കും. ഇതിന് ബാക്കപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? ഏത് നമ്മുടെ കണ്ടന്റ് മാസ്റ്റർ? പിന്നെ ഉണ്ട്, ബാക്കപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 1Kയിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്, പൈറസിയുടെ ഉള്ളതുകൊണ്ടാണ്. അത് വേണ്ട. ഈ മുമ്പേ പറഞ്ഞ പോലെ ഈ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്ത് 2Kയിലും 4Kയിലേക്കൊക്കെ പോകുന്നിടത്ത് തിരിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം 2K എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് എല്ലാ തിയേറ്ററുകളും വരുന്നതുകൊണ്ട് 2K തൊട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ കണ്ടന്റ് മാസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള. കാരണം വെച്ചാൽ ആ പൈറസിയുടെ ഒരു കാര്യം അവിടെ സെക്യൂർഡ് ആവും. ഈ 1K എടുക്കുന്നത് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലേ? ഉറപ്പായിട്ടും. കാരണം 1Kക്ക് കമ്പാരിറ്റീവ്ലി വളരെ ലോ പൈസ. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കാനൊരു ബാധ്യസ്ഥനല്ലേ? ഈ ഒരു വിഷയം മാറ്റിടുക എന്ന് നമുക്ക് അവിടെ കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ പ്രശ്നങ്ങൾ തീരില്ലേ? അല്ല, അവിടെ കൊടുക്കാമെന്ന് പറയുന്നിടത്ത് വെറുതെ കൊടുക്കുകയില്ലെന്ന് പറയുന്നതല്ലോ. ഇത്തരത്തിൽ, അതായത് നിലവിലുള്ള ഒരു തിയേറ്ററിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന 1K കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പുതിയതായിട്ട് ഒരു സ്ക്രീനൂടെ പണിയുന്ന ഒരാളോട് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്ത് പണിയുമ്പോൾ അതിൻ്റെ പ്രൊജക്റ്റിലൂടെ താങ്കൾ പ്രൊഡ്യൂസർക്ക് ബാധ്യത വരാത്ത രീതിയിൽ വെക്കണം എന്ന് പറഞ്ഞ ശേഷമാണ് അവിടെ പണം കൊടുക്കാനായിട്ട് പറയുന്നത്. പക്ഷെ അത് ചെയ്യാത്തപ്പം പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ? അദ്ദേഹം ചെയ്യണമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും 1K തന്നെ ഉപയോഗിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് 1K അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾ ഒരു തിയേറ്ററോടെ പണിയോ? ഒരു ചോദ്യം. എനിക്കൊരു സ്ക്രീനേ ഉള്ളൂ. അല്ല, അതിന് ലോൺ കിട്ടുമായിരിക്കും. അല്ല, അതിന് ലോൺ കിട്ടുമ്പോൾ ഇതിന് ലോൺ കിട്ടിയല്ലേ? ഇതിന് ലോൺ കിട്ടുമല്ലോ. എന്തിനും ഈ കാലഘട്ടത്തിലോ നമുക്ക് മൊബൈൽ ഫോണിന് ലോൺ കിട്ടും, പ്രഷർ കുക്കറിന് ലോൺ കിട്ടും, എന്തിനും ലോൺ കിട്ടുമല്ലോ. ലോൺ കിട്ടായില്ലല്ലോ. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള 2K പ്രൊജക്ടേഴ്സും ഉണ്ട്. ഈ 1Kയിൽ ഇപ്പോൾ പറഞ്ഞ പൈറസി വിഷയമാണ്. അങ്ങനെയാണ് ഒരു ചോദ്യം. താങ്കൾ തിയേറ്റർ ഉടമകളും കൂടെയാണ്. 2Kയിൽ കൊടുക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ട്, പടത്തിന് ക്വാളിറ്റി ഉണ്ട്, അല്ലേ? എന്നാൽ 1K ഇവിടെ ഒത്തിരി തിയേറ്റർ ഉണ്ട് താനും. എന്നാൽ തിയേറ്ററിൻ്റെ ഒരു ഉടമ എന്ന നിലയിൽ 1Kയിൽ പോകുന്ന പ്രേക്ഷകർക്ക് ഒന്ന് ടിക്കറ്റ് ചാർജ് കുറച്ച് കൊടുക്കാമല്ലേ? അല്ല, അത് ഈ പറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം ഒരു മിനിമം ബേസ് റേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് 1K ആണെന്ന് പറഞ്ഞുകൊണ്ട് AC ഉണ്ട്, ബാക്കി എത്രയോ എക്സ്പെൻസസുകൾ ആ തിയേറ്ററിൽ ഇൻകർ ചെയ്യുന്നുണ്ട്. പ്രൊജക്ടറിൻ്റെ കോസ്റ്റ് വെച്ചിട്ട് മാത്രം ടിക്കറ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും 1Kയിൽ ഇത്രയും കോസ്റ്റ് കുറഞ്ഞ പ്രൊജക്ട് നമ്മൾ പോകുമ്പോൾ ഒരു ക്വാളിറ്റി കുറവ്, അവർക്ക് തിയേറ്റർ ഉടമകൾക്ക് ടിക്കറ്റ് ചാർജ് കുറയ്ക്കണോ? അങ്ങനെ കുറയ്ക്കേണ്ട ഒരു ആവശ്യകതയെ പറ്റി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതരമായ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ ഫാക്ട്സും കൂടെ ഉണ്ട്. ഒരു ഒറ്റ പ്രൊജക്ടറിന്റെ കേസിൽ മാത്രമല്ലല്ലോ. അല്ല, എൻ്റെ ഒരു ചോദ്യത്തുള്ളൂ,
1K പോയിരിക്കുമ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ട് പൈറസി അടിക്കും, ഓക്കെ സമ്മതിച്ചു. 1K നമ്മൾ സിനിമ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കിട്ടുന്നില്ല, അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ പ്രേക്ഷകരുടെ അടുത്തുനിന്ന് ഈ മറ്റു വലിയ സ്ക്രീനിൽ പോയി കണ്ട് 4K കാണുന്ന അതേ പൈസ എന്തിനാണ് നിങ്ങൾ തിയേറ്റർ ഉടമകൾ വാങ്ങുന്നത്? അത് പ്രേക്ഷകൻ പോകുന്ന തിയേറ്ററുകാരനോട് ചോദിക്കണം, അതിന് ഞാനല്ലല്ലോ മറുപടി പറയാം. താങ്കൾ തിയേറ്റർ ഉടമയാണ്. അല്ലല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. തിയേറ്റർ ഉടമ എന്നുള്ള നിലയിൽ 1K എന്ന് പറയുന്ന കാര്യം ഞാൻ അവിടെ വെക്കുമ്പോൾ ഞാനൊരു ബേസ് റേറ്റ് ഫിക്സ് ചെയ്ത് ഇത് വെച്ചിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഓവറോൾ എക്സ്പെൻസസിൻ്റെ ബേസിൽ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഒരു ലാർജ് സ്ക്രീനുണ്ട്, ഒരു ചെറിയ സ്ക്രീനുണ്ട്, രണ്ടിടത്തും ഒരു റേറ്റ് അല്ല വെച്ചിരിക്കുന്നത്. അങ്ങനെ വെക്കാറില്ല ഒരിടത്തും. അപ്പോൾ ആ ചെറിയ സ്ക്രീനിൽ 1K ആയിരിക്കും കളിക്കുന്നത്, അതിനുള്ള കുറച്ചുകൂടെ കുറച്ച് റേറ്റ് ആയിരിക്കും ഉള്ളത്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി സിനിമ കാണാം. ടിക്കറ്റിന് റേറ്റ് കുറവൊന്നുമില്ല. ടിക്കറ്റ് റേറ്റ് പലയിടത്തും ഉണ്ട്. എത്ര രൂപ ഉണ്ട്? 20 രൂപയുടെയൊക്കെ വ്യത്യാസമുള്ള ഇഷ്ടംപോലെ തിയേറ്ററുകളുണ്ട്. ഉണ്ടല്ലേ? പിന്നെ ഇഷ്ടംപോലെ തിയേറ്ററുകളുണ്ട്. അല്ല, ഈ ഒരു ചോദ്യം പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു കുറച്ചുകൂടി അല്ല, എൻ്റെ അറിവിൽ 120 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നിടത്ത് 100 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 140 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നിടത്ത് 120 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നുണ്ട് ഈ ചെറിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ. പണ്ട് A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ഉണ്ടായിരുന്നു ഇല്ലേ? ഇപ്പോൾ ഒരു ക്ലാസ്സും ഇല്ല, ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. അവിടെ ഈ പ്രൊജക്ടിന്റെ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം ചെലവ്, നിങ്ങൾ പറഞ്ഞ ചെലവുണ്ട്. AC വർക്ക് ചെയ്യണം, സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റില്ല, സ്റ്റാഫ് വേണം, ഇലക്ട്രിസിറ്റി ചാർജിനൊന്നും കുറവില്ല, അതൊക്കെ കൃത്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി നമുക്ക് ഉള്ളത് നല്ലതായിരിക്കും. പ്രഷർ ഇനിയും കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം എടുത്തിടണം. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ എടുത്ത് ചോദിക്കാൻ പറ്റും, സർക്കാരിനോട് ചോദിക്കണം. 33% ടാക്സ് ഈ മേഖലയിൽ നിന്ന്. നിങ്ങൾ എന്തുകൊണ്ട് സർക്കാരിന് സമരം ചെയ്യുന്നില്ല? ചുമ്മാ അവളെ കൊണ്ട് മെമ്മോറാണ്ടം കൊടുക്കും. അല്ല, സമരം ഒരു ദിവസം തിയേറ്റർ അടയ്ക്കാന്ന് വെച്ചാൽ എത്ര രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടാവും? അല്ല, സർക്കാരിന് മാത്രമല്ല നഷ്ടം, ഇത് ഒരുപാട് പേരുടെ ലിവ്ലിഹുഡാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതോപാധിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ചാടിക്കേറി സമരം ചെയ്യാൻ പാടില്ല. പോയി എന്നും കൊടുക്കും, കത്ത് കൊടുക്കും സർക്കാരിന്. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൊടുത്തു മടുത്തു. അല്ല, അതാണ് യാത്രയുടെ പൈസയും പോയി. അതിനുള്ള മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഞാൻ ചോദിക്കുന്നത്, എത്ര പ്രാവശ്യം എനിക്ക് അല്ലേട്ടനൊക്കെ എത്ര പ്രാവശ്യം ഈ നമ്മുടെ സിനിമാ മന്ത്രിയുടെ അടുത്ത് പോയിട്ടുണ്ട്. സജി ചെറിയാന്റെ അവിടെ പോയി ഇരിക്കുവാണല്ലോ, നിങ്ങൾ ക്യൂ നിൽക്കുവാണല്ലോ, ആലപ്പുഴ വരുമ്പോ പോവാണ്. അതിനോട് താങ്കൾ എനിക്ക് തോന്നുന്നൊരു ദൈവവിശ്വാസിയാന്ന് തോന്നുന്നു. ഞാനൊരു മറുപടി പറയാം. താങ്കൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പറയുന്നു, ദൈവമേ എനിക്ക് ഇത് തരണം, ദൈവം ഉടനെ തരുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെയുള്ള സർക്കാരും ജനാധിപത്യം എന്ന് വെറുതെ വിളിക്കുന്നതാണ്. അതായത് നമുക്ക് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ, പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു ഡെമോക്രസിയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സർക്കാരിനോട് നമ്മൾ ചോദിക്കുന്നു, ഞങ്ങൾ നിരന്തരം പീഡിതമായി ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇന്ന് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവർ കേൾക്കുന്നില്ല. കേൾക്കാത്തപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ നമ്മൾ അടച്ചുപൂട്ടി പോകാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം സർക്കാരിനല്ല, ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അത് ചിന്തിച്ച ഒരു ഘട്ടത്തിലേക്ക് ചിലപ്പോൾ വരുമായിരിക്കും. അതിപ്പോൾ പറയാൻ പറ്റത്തില്ല, വരേണ്ടതായി വരും, ഉറപ്പായിട്ടും വരേണ്ടത്. സംസ്കാര വകുപ്പ് മന്ത്രിയാണോ നല്ലത്? ഇതിനു മുമ്പുള്ള സംസ്കാര വകുപ്പ് മന്ത്രിയാണോ നല്ലത്? സംസ്കാര വകുപ്പ് മന്ത്രി മാറിയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യം വെച്ച്. അല്ല, അത് ഓരോ സർക്കാരുകളിലും ഉണ്ടായിരുന്നു. ഓരോ സർക്കാരിലും ഉണ്ടായിരുന്ന LDFന്റെ തുടർ ഭരണത്തിന്റെ അല്ല, ഓരോ വ്യക്തികളുടെ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ പേഴ്സണലായിട്ട് അനുഭവത്തിൽ AK ബാലനായിരുന്നു ബെറ്റർ. സിനിമാ മേഖലയ്ക്ക് ഉറപ്പായിട്ടും അദ്ദേഹം. കാരണം ഞാനിത് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഇതിൻ്റെ പുറത്താണ്. കാരണം ഞാനവിടെ ചേംബറിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ കൊറോണ സമയത്തൊക്കെ ഒരുപാട് പ്രാവശ്യം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു ഫോൺ കോളിൽ അദ്ദേഹം എടുക്കും, അല്ലെങ്കിൽ അവരുടെ PS ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ 1-2 മണിക്കൂറുകൾക്ക് തിരിച്ചു പിടിക്കും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാ ബെറ്റർ എന്ന്. അദ്ദേഹം ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഈ സിയാദ് ഖോക്കറിനെതിരെ അദ്ദേഹം മൊത്തം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നൊരു പരാമർശം നടത്തി അല്ലേ? അത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് 23 ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ ഒരു സംഘടന തലപ്പത്തിരിക്കുന്ന? ഒരിക്കലും പറയാൻ കൊള്ളത്തില്ലാത്ത, അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും അങ്ങനെ ഒരു വ്യക്തിഹത്യ എന്നുള്ള ലെവലിൽ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് എന്ത് വികാരത്തിൻ്റെ പുറത്താണേലും പറയാൻ പാടില്ലാതായിരുന്നു. അത് ഓൾറെഡി എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ്. അല്ല, നിങ്ങളുടെ ചർച്ചയിലൊക്കെ ഇത് വന്നല്ലോ. പിന്നെ തീർച്ചയായിട്ടും വന്നതാണ്. എല്ലാവരും പറഞ്ഞിട്ട് അതേ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഞങ്ങളുടെ ചർച്ച അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യമല്ല. ഞങ്ങൾ പരസ്പരം കണ്ടപ്പോൾ ഉൾപ്പെടെ ഇത്തരമുള്ള ഒരു സംഭാഷണം, അത് അവിടെ അങ്ങനെ ഒരു സാധനം റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എത്ര പ്രൊവോക്കേറ്റ്. ഇപ്പം അലിയെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻ്റായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അലി പ്രൊവോക്ക് ചെയ്യും.
ആ പ്രൊവോക്കേഷന് വീണിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വരുംവരായകൾ കൂടെ എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഇപ്പോൾ എന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് വേറെ ആർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വാർത്തയായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന സമൂഹം ഉൾപ്പെടെ അവിടെ ഉണ്ടെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് വേണം പറയാൻ. നമ്മളൊരു പൊതുമാധ്യമത്തിന് മുമ്പിൽ പറയാം. അല്ലാതെ നമ്മൾ രണ്ടുപേരുടെ വെളിയിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസ് ടോക്ക് ഒരുപാട് നടത്താറുണ്ട്. പക്ഷേ ഒരു ക്യാമറയ്ക്ക് മുമ്പ് വന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ജാഗ്രത വേണമായിരുന്നു എന്നുള്ളതിൻ്റെ അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ഈ സംഭവങ്ങളൊക്കെ പ്രഖ്യാപിക്കും. ചേംബറിൻ്റെ പ്രസിഡന്റും ട്രഷററും അവിടെ ഉണ്ടായിരുന്നു. ആ ചേംബറിൻ്റെ പ്രസിഡന്റാണ് 28-ാം തീയതി മീറ്റിംഗ് വിളിച്ച് അവസാനമായിട്ട് ഈ മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഈ ചേംബറിൻ്റെ പ്രസിഡന്റും ട്രഷറും അവിടെ ഇരുന്നു? ഈ സമരം പ്രഖ്യാപിക്കുന്ന സമയത്ത് പറയാണ്, നമ്മൾ ചർച്ചയ്ക്ക് പറഞ്ഞതല്ലേ, എന്തിനിപ്പോൾ സമരം പ്രഖ്യാപിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാത്തതിൽ അമർഷമുണ്ടോ? അല്ല, അത് അവർ മറുപടി പറയണം. താങ്കൾ ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്ന ഒരാളാണ്. അല്ല, അവരാണ് മറുപടി പറയണം. ആ വേദിയിൽ അവർ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീറ്റിംഗിലുണ്ടല്ലോ, എന്റെ വിഷ്വലുണ്ടല്ലോ, ഉണ്ടെങ്കിൽ താങ്കൾ കണ്ടാണ്. ഇപ്പൊ താങ്കളെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒരു പൊതുജന മധ്യത്തിൽ അത് പറയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾ മീറ്റിംഗ് വിളിച്ചതിന്റെ 3-ാം ദിവസം നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു സമരം ഡിക്ലറേഷൻ ഉണ്ടായത് ഒരു ക്ലാരിറ്റി താങ്കൾ എടുക്കും. കാരണം പബ്ലിക് ഡൊമൈനിലല്ലേ അത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി എടുക്കണം. അതൊരു ചോദ്യം ഉന്നയിക്കേണ്ടതായി വരുമല്ലോ. നിങ്ങളൊക്കെ മീറ്റിംഗ് കൂടും. അല്ല, അത് മീറ്റിംഗിലാണ്, അത് പിന്നീട് ഉന്നയിക്കേണ്ടതായി വരുമല്ലോ. മീറ്റിംഗിൽ അത്തരമൊരു ചോദ്യം ഉന്നയിക്കും. അനിൽ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അത്തരമൊരു ചോദ്യം ഉന്നയിക്കും. അല്ലല്ല, അതാ മീറ്റിംഗ് വരുമ്പോഴല്ലേ പറയാൻ പറ്റും. മീറ്റിംഗാണല്ലോ വരുന്നത്. അല്ലല്ല, മീറ്റിംഗിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിപ്പോ എനിക്ക് ഇവിടെ ഇരുന്ന് എനിക്കത് ഡിസ്കസ് ചെയ്ത് പറയാൻ പറ്റത്തില്ലല്ലോ. സജീവന്തായിട്ട് എന്നോട് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി ചേംബറിന്റെ. അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ചേംബറിന്റെ പ്രസിഡന്റ് പോയിരുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അവരുടെ അതിന്റെ ഭാഷ്യം എന്താണെന്നുള്ളത് അവരിൽ നിന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ താങ്കൾ പബ്ലിക് ഡൊമൈനിൽ അത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങളത് നാളെ മീറ്റിംഗിൽ സംസാരിച്ച് അവരതിന്റെ മറുപടി പറഞ്ഞാലല്ലേ. എന്റെ ചോദ്യം മീറ്റിംഗിൽ അത് ഉന്നയിക്കുമെന്ന് ചോദിച്ചോളൂ. മീറ്റിംഗിൽ തീർച്ചയായിട്ടും ഉന്നയിക്കണമല്ലോ. അനിൽ തോമസ് ഉന്നയിക്കും. അല്ല, ഞാനെന്നുള്ളതല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഇന്നുണ്ടായിട്ടുള്ള ഏത് കാര്യവും ഞാൻ ഉന്നയിക്കും. അത് ഞാൻ മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്, ഇനിയും ഉന്നയിക്കും. ഫിയോക്കിൽ മെമ്പറാണോ? ഞാൻ ഫിയോക്കിൽ മെമ്പർ. ഏതിലാണ് മെമ്പർ? ഞാനിപ്പോൾ ഒരു സംഘടനയിലും മെമ്പറല്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? അല്ല, അത് അതിന്റെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഫെഡറേഷനിലൊന്നും ഞാൻ അറിയാമല്ലോ, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേംബറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ്, ചേംബർ മെമ്പർ എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു സംഘടനയിലും അംഗമല്ല. ഫെഡറേഷനും അസോസിയേഷനും എല്ലാവരുമായിട്ട് ഫിയോക്കും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്. സംഘടനാ തലത്തിൽ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുണ്ട്. സംഘടനയിൽ ചേരണമെന്ന് വേണോ? അത് ഇതുവരെ ആയിട്ടില്ല. ഏത് സംഘടന എന്നുള്ളത് അല്ല, ഞാൻ നേരത്തെ എക്സിക്യൂട്ടീവ് അസോസിയേഷനിലായിരുന്നതാണ്. ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് സംഘടന ആവുമ്പോൾ ഈ നിലവിലെ സംഘടനകളിലൊന്നും ഒരു വിശ്വാസമില്ല, ഒരു തൃപ്തനല്ല. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുണ്ട്. ഞാനത് ആ വാക്ക് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി, വിശ്വാസ്യത ഇല്ലാത്തതല്ല, ക്ലാരിറ്റി കുറവ്. നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല വരുന്നത്. അല്ലല്ല, പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ടാകണം, അത് മാത്രമേ ഉള്ളൂ. ഈ ഇദ്ദേഹത്തിന്റെ മാറ്റമൊന്നുമില്ല താല്പര്യമുണ്ടോ? ഇദ്ദേഹം മാറി? അല്ല, അത് ആ സംഘടനയും ബാക്കിയുള്ള അല്ല, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ അലി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാന്നറിയോ, വളരെ വിട്ടിത്തരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്നറിയോ, മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും ചെയ്തു എന്നൊരു വാർത്ത വന്നു കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. ഒരു ലക്ഷക്കണക്കിന് പ്രസ്താവന കാണും അങ്ങനത്തെ. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. ഇത്തരം ഉത്തരവാദിത്തപരമായിട്ടുള്ള ആ വാക്കുപോലും നമ്മൾ ഇന്ന ആൾ മാറി നിൽക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ അത് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ചില കാര്യങ്ങളിൽ മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ അത് അവരുടെ ഫോറവും അല്ലാതെ ബന്ധപ്പെട്ടവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാളൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് ആരെങ്കിലും മാറി നിൽക്കാൻ പോകുന്നുണ്ടോ? ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെന്താണ് ഈ അസോസിയേഷൻ ഒരു സംയുക്തമായിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്താത്തത്? ഏത് നിർമ്മാതാക്കളുടെ മാറി ഓരോരുത്തർ ഒരു വാർത്താ സമ്മേളനം നടത്തി ആളുകളെടുത്ത് ഒന്ന് ക്ലിയർ വരുത്തി കൊടുക്കാൻ മീറ്റിംഗ് കൂടാത്തതുകൊണ്ടായിരിക്കും. അവിടെ കൃത്യമായ ഒരു മീറ്റിംഗ് കൂടി എക്സിക്യൂട്ടീവ് കൂടിയതിന് ശേഷം അടുത്ത ആഴ്ച എക്സിക്യൂട്ടീവ് കൂടുന്നുള്ളതാണ് എൻ്റെ അറിവ്. എക്സിക്യൂട്ടീവ് കൂടിയതിന് ശേഷം അതിനൊരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ പൊതുജനമധ്യത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയേണ്ടതാണ് ഈ പറയും. അതെ അല്ലേ? അപ്പോൾ എന്തായാലും സമരത്തിന്റെ വഴിക്ക് പോട്ടെ. സമരം വിശ്വസിക്കുന്നില്ല. ഇതുവരെ നടന്നതൊക്കെ സത്യമാകട്ടെ. സിനിമയും സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതുവരെ 8-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിയാണ്. തീർച്ചയായിട്ടും 8-ാം തീയതി കിട്ടുന്നുണ്ട്. സമരം കണ്ടൊന്നും മാറ്റിയതല്ല, നല്ല സിനിമകൾ ഓടുന്നതുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നു. തിയേറ്ററിന്റെ ലഭ്യതയുടെ പ്രശ്നം വെച്ചുകൊണ്ടോ, അല്ലാതെ സമരത്തിനെ ബേസ് ചെയ്തിട്ടില്ല. സമരം 22-ാം തീയതി ഡിക്ലെയർ ചെയ്ത ആൾ 23-ാം തീയതിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ എൻ്റെ സിനിമ അതനുസരിച്ച് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം
താങ്കൾ മുമ്പ് ചോദിച്ച ചോദ്യത്തിന് താങ്കളോട് തന്നെ പറഞ്ഞ ഇതിനകത്ത് കൃത്യമായിട്ട് പബ്ലിക് വ്യാഴാഴ്ചയാണ് പിന്നീട് വെള്ളിയാഴ്ചയാന്ന് ഓർത്തു അതങ്ങനെ മാറ്റി വെച്ചപ്പോൾ അദ്ദേഹം അല്ല ഓർത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1-ാം തീയതി എന്നുള്ളത് ഫിക്സ് ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ തിയേറ്ററുകൾ നമുക്ക് എയിം ചെയ്യുന്ന അത്രയും തിയേറ്ററുകൾ സ്ക്രീൻസ് ഇതിൻ്റെ എക്സ്പോഷറിന് വേണ്ടി കിട്ടുക. കാരണം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പ്രേക്ഷകനിലേക്ക് എത്തേണ്ട ഒരു ചിത്രമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എത്തിക്കാനായിട്ട് 8-ാം തീയതിയാണ് ഉചിതം. അതുകൊണ്ട് 8-ാം തീയതിയാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. അത് താങ്കളും പ്രേക്ഷകരുടെയും എല്ലാവരുടെയും പിന്തുണ വേണം. പടം എല്ലാവരും കാണണം. നല്ല ഫീഡ്ബാക്ക് കിട്ടിയാൽ ഒരു 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 ക്രിയേറ്റീവ് പേഴ്സൺ എന്നുള്ള നിലയിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ഉതകുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു.